ബേസിൽ ജോസഫ്, സജിൻ ഗോപു, ലിജോ മോൾ ജോസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത് ഇന്ന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് പൊന്മാൻ. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമയുടെ പശ്ചാത്തലം കൊല്ലം ജില്ലയാണ്. ഒരു കല്യാണ വീടും അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുമാണ് സിനിമയുടെ പശ്ചാത്തലം. പക്ഷെ അവിടെ നിന്ന് കഥ വേറൊരു തലത്തിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ ആ ഒരു സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സിനിമ കാണുന്നതിന്റെ ആസ്വാദനത്തെ ബാധിക്കും എന്നതിനാൽ ആ ഒരു സിറ്റുവേഷനിലോട്ടൊന്നും പോകുന്നില്ല. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വളരെ യൂഷ്വൽ ആയിട്ട് ക്യാരക്ടർ ബിൽഡിങ്ങും ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് സിനിമ പോകുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് സിനിമ കുറച്ചുകൂടെ ത്രില്ലിംഗ് ആവും, കുറച്ചുകൂടെ എന്താ പറയണ്ട ഗ്രിപ്പിംഗ് ആവും, കുറച്ചുകൂടെ കണക്ഷൻ വരും, കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും സിനിമ. ഭയങ്കര വലിയ കഥയോ ഭയങ്കര സംഭവമൊന്നുമല്ല, ഒരു സിറ്റുവേഷനാണ്. അതിനെ ബേസ് ചെയ്തുണ്ടാകുന്ന സംഭവങ്ങളും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് പൊന്മാൻ എന്ന സിനിമ പറയുന്നത്. സിനിമയിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയേക്കുന്നത് പെർഫോമൻസുകളാണ്. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കിടിലം. ബേസിൽ എന്ന് പറയുന്ന നടന്റെ പെർഫോമൻസിനെ പറ്റി പറയേണ്ട കാര്യമില്ല. അത്രയും കിടിലമായിട്ടാണ് പുള്ളി ആ ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഒരു ക്യാരക്ടർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ബേസിലിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സജിൻ ഗോപു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും അറിയത്തില്ല. ആവേശം സിനിമയിലെ അമ്പാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ കണ്ടേക്കുന്ന പുള്ളിയുടെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് കോമഡിയാണ്. അതിമനോഹരമായിട്ട് കോമഡി അവതരിപ്പിക്കുന്ന ഒരു നടൻ, ഒരു കോമഡി ആർട്ടിസ്റ്റ് ആയിട്ടാണ് ആ ഒരു സിനിമയിൽ പുള്ളിയെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരാൻ നേരത്ത് ശരിക്കും എന്താ പറയണ്ടത്, ഒരു കാട്ടാളൻ എങ്ങനെ നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ, അതായത് ബേസിൽ എന്ന് പറയുന്ന ആള് പൊതുവെ കുറച്ച് ഷോർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പം ബേസിലിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു കഥാപാത്രം ബോധപൂർവം തന്നെ ഒരു കാട്ടാളൻ എന്നുള്ള രീതിയിലാണ് ആ പുള്ളിനെ അത് ചെയ്തു വെച്ചേക്കുന്നത്. അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി വരും. ചില സീനിലൊക്കെ എന്താ പറയണ്ടേ, സജിൻ ഗോപിനെ കൈ കിട്ടിയാൽ നമുക്ക് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും. അത്രയും കിടിലമായിട്ടാണ് ആ ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ലിജോ മോൾ ജോസിനെ പറ്റി പറയേണ്ട കാര്യമില്ല. കിടിലോ ആക്ട്രസ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടിയാണ്. ആ ഒരു ക്യാരക്ടറിന് എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് ലിജോ മോൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയിൽ പ്രധാനമായിട്ടും വരുന്ന രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ആനന്ദ് മന്മഥനും ദീപക് പരമ്പോളുമാണ്. രണ്ടുപേർക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള റോളാണ്. കുറച്ചുകൂടെ പെർഫോം ചെയ്യാനായിട്ടുള്ളത് ആനന്ദിനാണ്. ആനന്ദ് ആകെ ഒരു ക്യാരക്ടർ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ മലയാള സിനിമയിൽ അധികം കാണാത്ത എന്നാൽ ചില സിനിമകളിലൊക്കെ വന്നേക്കുന്ന ആളുകളും പിന്നെ കുറച്ച് പുതുമുഖങ്ങളുമാണ് വന്നേക്കുന്നത്. ആരെയും മോശം പറയാൻ പറ്റത്തില്ല. എല്ലാ നടന്മാരും അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവരുടെ റോള്. ആ ഒരു കൊല്ലം സ്ലാങ് ഒക്കെ പിടിച്ച് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. സിനിമ പറയുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. ആ ഒരു മെസ്സേജ് ശരിക്കും മെസ്സേജിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഈ സിനിമയുടെ പേര് പൊന്മാൻ, ആ ഒരു പേര് എനിക്ക് തോന്നുന്ന കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമയ്ക്ക് ഇത്ര ആപ്റ്റ് ആയിട്ട് ഒരു പേര്, ഒരു ക്യാപ്ഷൻ വരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും കിടിലമായിട്ട് ആ സിനിമയോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള പേരായിരുന്നു ആ സിനിമയ്ക്ക് കൊടുത്തേക്കുന്നത്. പൊന്നുകൊണ്ടുള്ള ഒരു മനുഷ്യനെന്നോ അല്ലെങ്കിൽ പൊന്നും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെന്നോ അല്ലെങ്കിൽ പൊന്നിന് എത്രത്തോളം വില കൊടുക്കുന്ന മനുഷ്യനെന്നോ അങ്ങനെയൊക്കെ ഏത് രീതിയിൽ കാണാം. ഏത് രീതിയിൽ കണ്ടാലും എല്ലാ അർത്ഥങ്ങളും സെയിം തന്നെയാണ്. പിന്നെ സിനിമയിൽ പറയുന്ന ഒരു മെസ്സേജ് ഓൾറെഡി പല സിനിമകളിലും സംസാരിച്ചിട്ടുള്ളതാണെങ്കിലും ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്ന രീതി വളരെ ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഏത് നാട്ടിലായിക്കോട്ടെ, കേരളത്തിലെ ഏത് നാട്ടിലായാലും സ്ത്രീധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ന്യൂസ് ചാനലുകളായിക്കോട്ടെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലായിക്കോട്ടെ എല്ലായിടത്തും കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ത്രീധനത്തിന്റെ പേരിലുണ്ടാവുന്ന പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആത്മഹത്യകളും മരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സെയിം സബ്ജക്റ്റ് തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത്. പക്ഷെ അത് അവതരിപ്പിച്ചേക്കുന്നത് വേറൊരു രീതിയിലാണെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പക്ഷെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എടുത്ത് അവർ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഒരു പ്രണയമൊക്കെ പറയുന്നുണ്ട്. അത് പ്രണയമാണോ, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന ഒരു ഇന്റിമസിയാണോ, ഒരു സഹാനുഭൂതിയാണോ, എന്താണ് കൃത്യമായിട്ട് ആ സംവിധായകൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓരോരുത്തർക്കും തോന്നുന്ന കാഴ്ചപ്പാടാണ് ആ ഒരു കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷനൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ടെക്നിക്കൽ സൈഡും ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ടത് തന്നെയാണ്. BGM മ്യൂസിക് കിടിലമായിരുന്നു. എന്താണോ ആവശ്യപ്പെടുന്ന അതേ രീതിയിലുള്ള BGM മ്യൂസിക്കുമാണ് കൊടുത്തിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്ന ജസ്റ്റിൻ വർഗീസ് എന്ന് പറയുന്ന ആളാണ്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി
ആ ഒരു കൊല്ലം ജില്ലയിലെ ആ കാണിക്കുന്ന ആ ഒരു സ്ഥലം, ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഇത്ര കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. സനു ജോൺ വർഗീസ് എന്ന് പറയുന്ന ആളാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് GR ഇന്ദുഗോപനാണ്. കഥയും സംഭാഷണവും അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറായിരിക്കുന്നത് GR ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യു എന്നിവർ രണ്ടുപേരുടെ ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. ബേസിൽ എന്ന് പറയുന്ന ഒരു നടൻ മിനിമം ഗ്യാരണ്ടി ആണ് എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ. അദ്ദേഹത്തിന് നമുക്ക്, അതായത് ഒന്നുമില്ലാതെ നമുക്ക് തിയേറ്ററിൽ നിന്ന് മടങ്ങേണ്ടി വരില്ല എന്ന രീതിയിൽ ഒരു നടന്റെ പേര് പറയുകയാണെങ്കിൽ അത് കൺഫേം ആയിട്ട് പറയാവുന്ന ഒരു നടനാണ് ബേസിൽ ജോസഫ്. സിനിമ ഒരു ഭയങ്കര സംഭവം, അത് അതിമനോഹര സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം. ഇത് നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു, ഡയലോഗ്സ് ഒക്കെ വളരെ സൂപ്പർ ആയിട്ട് തോന്നി. സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും വന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വന്ന് കമന്റ് ചെയ്യുക. സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ കണ്ടു നോക്കുക. അത്യാവശ്യം നല്ലൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ.